أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അർത്ഥം അവർ പറഞ്ഞു, നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുന്നു. നീ പഠിപ്പിച്ചു തന്നതല്ലാതെ യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. സൂറത്തുൽ ബഖറയുടെ 33-ാമത്തെ വചനം. ഈ ആയത്തിൻ്റെ വിശദീകരണമാണ് ഇന്നത്തെ ദിവസത്തിൽ നാം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ആ മലക്കുകൾക്ക് ആ അസ്തിത്വങ്ങളെ കാണിച്ചു കൊടുത്തപ്പോൾ അവർ ഇപ്രകാരം പറയുകയുണ്ടായി: ഓ ഞങ്ങളുടെ രക്ഷിതാവേ, നീ എത്ര പരിശുദ്ധൻ! നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല. തീർച്ചയായും നീ സർവജ്ഞനും യുക്തിമാനുമാണ്. ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഇതിലൂടെ മലക്കുകൾ ഉദ്ദേശിച്ചത് ആദം നബിയുടെ ഖിലാഫത്ത് എന്ന വിഷയം തങ്ങൾക്ക് പൂർണ്ണമായും മനസ്സിലായിരുന്നില്ല എന്നതാണ്. അതുമൂലം രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും ഉണ്ടാകുമെന്ന് അവർ ധരിച്ചിരുന്നു. എന്നാൽ ഈ വെളിപ്പെടുത്തലിലൂടെ അവർക്കിപ്പോൾ മനസ്സിലായി, അതായത് ആദം നബി ഖലീഫയാകുന്നതിലൂടെ രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും സംഭവിക്കുമെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആദം നബിക്കായിരിക്കില്ല. മറിച്ച് ആദം നബിയെ നിയോഗിച്ചിരിക്കുന്ന ഈ ദൗത്യത്തിൻ്റെ ഒരു അനിവാര്യത മാത്രമാണത്. ഇതിന് കാരണം പുറമേയുള്ള ശത്രുക്കളോ ആന്തരികമായ ദുർബല വ്യക്തിത്വങ്ങളോ ആണ്, അല്ലാതെ ഖലീഫയോ അദ്ദേഹത്തിൻ്റെ അനുയായികളോ അല്ല. എന്നിരുന്നാലും ഈ അവസ്ഥയെ സൃഷ്ടിക്കുന്നത് യുക്തിരഹിതമല്ലെന്നും ഈ പ്രവൃത്തി നിന്റെ അൽ ഹക്കീം, അതായത് യുക്തിമാൻ എന്ന വിശേഷണത്തിന് തെളിവാണെന്നും ഞങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു എന്നവർ പറയുന്നു. അങ്ങനെ അവർ അള്ളാഹു അൽ അലീമും അൽ ഹക്കീമും ആണെന്നും, അതായത് അവൻ്റെ അറിവ് പൂർണ്ണമാണെന്നും അവൻ്റെ ഒരു പ്രവൃത്തിയും യുക്തിരഹിതമല്ലെന്നും അവർ അംഗീകരിച്ചു. ഇവിടെ ചില ആളുകൾ ഇങ്ങനെ ആക്ഷേപം ഉന്നയിക്കാറുണ്ട്. അവർ പറയുന്നത്, ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹു സർവജ്ഞനാണെന്ന് എന്നല്ല മനസ്സിലാകുന്നത്, അല്ലാതെ മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ കഴിവുകളുണ്ടെന്ന് ഇതിൽ നിന്ന് തെളിയുന്നില്ലല്ലോ. യഥാർത്ഥത്തിൽ ഈ ആക്ഷേപത്തിനുള്ള മറുപടി ഇതാണ്: ഇസ്ലാമിൻ്റെ അധ്യാപനമനുസരിച്ച് യഥാർത്ഥത്തിൽ അള്ളാഹുവിനല്ലാതെ മറ്റൊരു അസ്തിത്വത്തിനും വ്യക്തിപരമായ കഴിവുകളോ സവിശേഷതകളോ ഇല്ല. മലക്കുകൾ തങ്ങളുടെ ആദ്യ പ്രതികരണത്തിൽ തന്നെ ഈ യാഥാർത്ഥ്യം അംഗീകരിച്ചിരുന്നു. കാരണം അവർ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസു ലക, അതായത് ഞങ്ങൾ നിന്റെ സ്തുതികളോടെ നിനക്ക് തസ്ബീഹ് ചൊല്ലുകയോ നിന്റെ പരിശുദ്ധി വാഴ്ത്തുകയും ചെയ്യുന്നു. അതിനാൽ അള്ളാഹുവിന് പൂർണ്ണമായ അറിവുണ്ടോ ഇല്ലയോ എന്നതല്ല ഇവിടെ ചർച്ചാ വിഷയം. മനുഷ്യ സൃഷ്ടിക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു ചോദ്യം. ആദം നബിക്ക് ദൈവിക ഗുണങ്ങളെക്കുറിച്ച് അറിവ് നൽകിക്കൊണ്ടാണ് അതിന് ഉത്തരം നൽകിയത്. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ കഴിവുള്ള ഒരു അസ്തിത്വത്തിൽ കാണുന്ന അത്രയും പഠനശേഷി നന്മ മാത്രമുള്ളതും തിന്മ തിരഞ്ഞെടുക്കാൻ കഴിവില്ലാത്തതുമായ അസ്തിത്വങ്ങളിൽ ഉണ്ടാകില്ല എന്നും വ്യക്തമാക്കപ്പെട്ടു. മലക്കുകൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി അൽ അലീം എന്ന വിശേഷണത്തോടൊപ്പം അൽ ഹക്കീം എന്ന വാക്ക് ചേർത്തു അംഗീകരിച്ചു. അള്ളാഹുവിൻ്റെ അൽ അലീം എന്ന ഗുണവിശേഷത്തിൻ്റെ പൂർണ്ണമായ പ്രകടനം അവർക്കല്ല, മറിച്ച് മനുഷ്യനാണ് ആകാൻ കഴിയുക എന്നവർ മനസ്സിലാക്കി. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ സൃഷ്ടി അള്ളാഹുവിൻ്റെ അൽ ഹക്കീം എന്ന വിശേഷണത്തിന് കീഴിലായത്, അതായത് അതിൽ വലിയ യുക്തി അടങ്ങിയിട്ടുണ്ട്. ഈ ആയത്തുകളിൽ ആദമിൻ്റെ സംഭവത്തിൻ്റെ ഈ വിശദമായ വിവരണം നൽകിയതിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ച സൃഷ്ടിയുടെ ലക്ഷ്യവും യുക്തിയും എന്താണെന്ന് അറിയിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഓരോ കാലഘട്ടത്തിലും ദൈവിക വെളിപാട് ഇറങ്ങുന്നത് ഈ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയാണെന്നും അറിയിക്കുന്നു. അതിനാൽ പ്രവാചകന്മാരുടെ നിയോഗത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്നവർ വാസ്തവത്തിൽ അള്ളാഹു മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നത് എന്തിനാണ് എന്ന് ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അവരുടെ ഈ ആക്ഷേപം അത്രയും ദുർബലമായ ഒന്നാണ്. അതിൻ്റെ പേരിൽ പ്രവാചകത്വത്തിൻ്റെ പരമ്പരയെ മുറിച്ചു മാറ്റാൻ കഴിയില്ല. അതുപോലെ തന്നെ ഈ ആയത്തിൽ മലക്കുകൾ പറഞ്ഞ ഈ വാക്യത്തിന്, അതായത് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ, അതായത് നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു അറിവുമില്ല, ഇതിനർത്ഥം
നീ ഞങ്ങളെ പഠിപ്പിച്ചതനുസരിച്ച് മാത്രമാണ് ഞങ്ങൾക്ക് അറിവുള്ളത് എന്നല്ല. കാരണം അതൊരു വ്യക്തമായ കാര്യമാണ്. മറിച്ച് ഇതിൻ്റെ ഉദ്ദേശം മനുഷ്യൻ്റെ അറിവ് വർദ്ധിക്കുന്നത് പോലെ ഞങ്ങളുടെ അറിവ് വർദ്ധിക്കുന്നില്ല എന്നതാണ്. അറിവ് വർദ്ധിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ട്. രണ്ടാമതായി പറയുന്നത്, ഞങ്ങളുടെ ഉള്ളിൽ നീ നിക്ഷേപിച്ചിട്ടുള്ള കഴിവുകൾ മാത്രമേ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ഈ കഴിവുകൾ ഉപയോഗിച്ച് മനുഷ്യൻ്റെ വൈവിധ്യമാർന്നതും സമഗ്രവുമായ അറിവിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിയില്ല. അതായത് മനുഷ്യ സൃഷ്ടിയിൽ വലിയ യുക്തിയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് അവനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ചില മനുഷ്യർ രക്തച്ചൊരിച്ചിലിൽ നടത്തുന്നവരോ രക്തച്ചൊരിച്ചിലിന് കാരണമാകുന്നവരോ അല്ലെങ്കിൽ ദുഷ്ടന്മാരുടെ ദുർവൃത്തികൾ തടയാൻ വേണ്ടി ന്യായമായ രക്തച്ചൊരിച്ചിലിന് നിർബന്ധിതരാകുന്നവരോ ആണെങ്കിൽ പോലും മനുഷ്യൻ്റെ സൃഷ്ടി അനിവാര്യവും യുക്തിപരവുമായ ഒരു പ്രവൃത്തിയാണ്. ഇതോടെ ഈ ആയത്തിൻ്റെ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. ജസാക്കുമുല്ലാഹു വഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.